ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വസതിയിൽ നിർണായക ചർച്ച. ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ എന്നതായിരുന്നു പുറത്തു വന്ന സൂചനകൾ. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആരുടെയൊക്കെ പേരുകൾക്ക് ഇപ്പോൾ മുൻഗണനയുണ്ട് മുഖ്യമന്ത്രി കാര്യത്തിൽ? സൈഫുദ്ദീൻ, പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാവുക. നിലവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലാണ് ഇപ്പോൾ ആ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ജെ.പി. നദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പർവേഷ് വർമ്മയുടെ പേരാണ് പ്രധാനമായും ഇപ്പോൾ എടുത്തു കേൾക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു അന്തിമ തീരുമാനം ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വമാണ് എടുക്കേണ്ടത്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിലേക്ക് ബി.ജെ.പി. എത്തുകയുള്ളൂ. നിലവിൽ പ്രാഥമികമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി ഋഷി അല്പസമയം മുമ്പാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ മുഖ്യമന്ത്രിയെ തുടരാനുള്ള ഒരു നിർദ്ദേശം LG ഇപ്പോൾ അതിഷിക്ക് നൽകിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം പർവേഷ് വർമ്മ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പർവേഷ് വർമ്മയുടെ പേരാണ് തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ കേട്ടിരുന്നത്. ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെയായിരുന്നു പ്രവർത്തകർ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുകയും ചെയ്തത്. അതുകൊണ്ട് വലിയ വിജയം, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹം തോൽപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തന്നെയാണ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കൂടുതലുള്ളത്. ശരി തൗഫീഖ്.